ഹലോ ഓൾ, വെൽക്കം ടു സിമ്പിൾ PSC. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സോഷ്യൽ സയൻസിലെ ആദ്യത്തെ 2 ചാപ്റ്റർ വരുന്നത് മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയാണ്. അപ്പോൾ ആ ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാരണം ഞാനത് എടുക്കുന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എടുത്തതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ ചാപ്റ്ററാണ്, ഭരണഘടന വഴിയും വഴികാട്ടിയും. ഭരണഘടനയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു നൽകിയിട്ടുണ്ട് അല്ലേ, ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ടല്ലോ മുകളിൽ. എന്താണ് മഹാത്മാഗാന്ധി ഏത് പത്രത്തിലാണ്? മഹാത്മാഗാന്ധിയുടെ ഒരു പത്രം ഏതാണ്? അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന യങ് ഇന്ത്യ എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായിട്ട് ഞാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ കുറച്ച് വാക്കുകൾ നമുക്കവിടെ നൽകിയിട്ടുണ്ട്. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി എന്നിവയൊക്കെ ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹത്തെ ഈ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണല്ലോ ഭരണഘടന വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ അറിയാലോ, എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. അപ്പം നമുക്ക് 1857 എങ്ങനെയാണ് ഭരണഘടന രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി ആളുകളാണ് സമരത്തിൽ പങ്കാളികളായിരുന്നത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. എന്താണ് മതസൗഹാർദ്ദത്തിനുള്ള ദേശീയബോധം അല്ലേ, മതസൗഹാർദ്ദത്തിലൂന്നിയ ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായിട്ടുണ്ടാകും. ഇനി ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇതൊക്കെ നമുക്ക് കുറച്ച് മുമ്പത്തെ ടോപ്പിക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അപ്പോൾ അതിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം പറഞ്ഞു. ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണോ പ്രാദേശിക സംഘടനകൾ എന്ന് പറയുന്നത്? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നീ മൂന്ന് സഭകളാണ് ചില ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. എന്തിന്? അസോസിയേഷൻസിലെ പ്രാദേശിക സംഘടനകൾക്ക്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പോൾ അതിന് പ്രാദേശിക സംഘടനകളായിരുന്നു രൂപം കൊണ്ടിരുന്നത്. അതിൽ നിന്നും വിപരീതമായിട്ട് ഒരു ടോട്ടലി ആയിട്ടുള്ള ഒരു സംഘടന, ദേശീയ തലത്തിലായിട്ടുള്ള ഒരു സംഘടന നിലവിൽ വന്നത് എന്നാണ്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് 1885 രൂപീകൃതമായ. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞു, 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പറഞ്ഞു. അതുപോലെ അതായത് വിദേശ ഭരണം അവസാനിപ്പിക്കുക മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക. ഓരോ ഇന്ത്യക്കാരനും എന്ത് ഉറപ്പാക്കണം? സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക എന്നതും എന്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു? അതിൻ്റെ നമ്മളുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു.
ഇനി സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്കറിയാലേ മിത തീവ്ര ദേശീയവാദം എന്തായിരുന്നു അറിയാലോ, മിതവാദി തീവ്രവാദി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ രണ്ട് ആശയങ്ങൾ ഉണ്ടായിരുന്നല്ലേ, തീവ്രവാദി മിതവാദി എന്ന ആശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതില്ലാതെ കൂടാതെ ടോട്ടലി ആയിട്ട് ഒരു ചെറിയൊരു ആശയം കൂടി ഉണ്ടായിരുന്നു അല്ലേ. ഈ ആശയത്തിനു മുന്നിലൂടെയാണ് എന്ത് പോകുന്നത്, ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഗാന്ധിജിയുടെ വരവോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. അപ്പോൾ ആര് വന്നപ്പോഴാണ് ബഹുജന സ്വഭാവം കൈവന്നത്? ഗാന്ധിജിയുടെ വരവോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. അപ്പോൾ ഗാന്ധിജിയുടെ സ്വാധീനം എന്ന് പറയുന്നത് എന്തായിരുന്നു? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം അല്ലേ. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കിയത് ഗാന്ധിജിയുടെ സ്വാധീനമായിരുന്നു. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ, നമുക്കറിയാലോ. അപ്പോൾ സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പോൾ ഏതൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദമാണ് വേണ്ടതെന്ന് അതിൻ്റെ അടിത്തറ, ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കണമെന്ന് ആര് പറഞ്ഞു? ചില നേതാക്കന്മാർ പറഞ്ഞു അല്ലേ. അങ്ങനെ ഈ കാഴ്ചപ്പാടുകളുടെയാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പോൾ നമുക്ക് അതിൽ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്തൊക്കെ ലക്ഷ്യങ്ങളായിരിക്കണം ഇതിന് ഉണ്ടാവേണ്ടത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അല്ലേ, സ്വാതന്ത്ര്യത്തിനുള്ള നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ പറയുന്നുണ്ടല്ലോ ഭരണഘടനയിൽ. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇനി എന്താണ് ഭരണഘടന, എങ്ങനെയാണ് ഭരണഘടന നിലവിൽ വരാൻ കാരണം? ഇതിനു മുമ്പ് ഇതിനൊരു മുൻഗാമി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കാം. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നാൽ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് ചോദിക്കുകയാണെങ്കിൽ 1950 ജനുവരി 26 അല്ലേ. അപ്പോൾ എന്താണ് അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായാലും ഇന്ത്യയുടെ ഭരണഘടന നിയമം എന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്വാതന്ത്ര്യം കഴിഞ്ഞ 2 വർഷത്തിന് ശേഷമാണ് അല്ലേ എന്ത് വരുന്നത്, നമുക്ക് ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ ഈ 2 വർഷം ഏത് നിയമമായിരിക്കും ഉണ്ടായിരിക്കുക എന്ത് ആണ് ഒരു കുട്ടിയുടെ ഒരു ഇതിൽ വന്നതാണ് അല്ലേ, തോട്ടാണ് അല്ലേ പറയുന്നത്. അപ്പോൾ നമുക്കില്ലേ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഡൗട്ട് നമുക്കുണ്ടായിരിക്കില്ല. എന്ത് കാരണമാണ് ഈ 2 കൊല്ലം നീണ്ടു വന്നത്? ഈ 2 കൊല്ലത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു അല്ലേ, അതാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഭരണഘടന വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം പിന്തുടരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ഏതിൽ നിന്ന് എടുത്തതായിരുന്നു? ബ്രിട്ടീഷുകാർ പാസ്സാക്കിയിട്ടുള്ള നിയമമായിരുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ പാസ്സാക്കിയതായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞല്ലോ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതെന്ന്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ എന്തൊക്കെ സവിശേഷതകളാണ് നമുക്ക് ഉള്ളത് നമുക്ക് നോക്കാം. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ അല്ലേ, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ 6 പ്രവിശ്യകളിലുണ്ട്, കേന്ദ്രത്തിലുണ്ട് ദ്വിമണ്ഡല സഭ. പിന്നെ എത്രയാണ്? 321 വിഭാഗം 10 പട്ടിക, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്കുള്ള പ്രത്യേക മണ്ഡലങ്ങൾ. അതുപോലെ തന്നെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. ഓക്കെ. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് നിയമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് നോക്കാം ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ എങ്ങനെയാണ് ഭരണഘടനാ ഒരു നിർമ്മാണ സഭ രൂപീകൃതമായത്? നമ്മുടെ 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ആര് വരുന്നത്? ക്യാബിനറ്റ് മിഷൻ വരുന്നത്. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു എന്തെന്ന് പറയുന്നത്? ഒരു ഭരണഘടന വേണം എന്ന് പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യക്കായിട്ട് ഒരു നിയമസംഹിത വേണം എന്ന് പറഞ്ഞത്.
അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറച്ച് സവിശേഷതകളുണ്ട് അല്ലേ, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കാം. ഭരണഘടനാ നിർമ്മാണ കാലയളവ് എന്ന് പറയുന്നത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം അല്ലേ. 2 വർഷം 11 മാസം 17 ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. 2 വർഷം 11 മാസം 17 ദിവസം എടുത്തു നമ്മുടെ ഭരണഘടന രൂപീകൃതമാകുന്നതിന് അല്ലേ. ഇനി ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നായിരുന്നു? 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. അപ്പം ആദ്യത്തെ സമ്മേളനം നടക്കുന്നതെന്നാണ് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 നടക്കുന്നത് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടന അംഗീകരിച്ചത്, ഒപ്പുവെച്ചതെന്നാണ്? 1949 നവംബർ 26. എപ്പോഴും ചോദിക്കാറുണ്ട്. നവംബർ 26 ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമദിനം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഭരണഘടന അംഗീകാരത്തിൽ ഒപ്പുവെച്ചതെന്നാണ് 1949 നവംബർ 26. തെറ്റാണ് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലേ. റിപ്പബ്ലിക് ദിനം എന്നാണ്? ജനുവരി 26. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അന്നത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ചത്, ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇനി ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറ്റമറ്റ ഭരണഘടനയ്ക്കായിട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ സവിശേഷതകളാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്? ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ആരുടെയാണ്? ഇന്ത്യയുടേതാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന. നമ്മൾ പറഞ്ഞു ജനുവരി 26 നിലവിൽ വന്നതെന്ന. ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. 22 ഭാഗം, 395 അനുച്ഛേദം, 8 പട്ടികകൾ. ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് അല്ലേ. നമ്മുടെ ഭരണം എന്ന് പറയുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ഇനി ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. ഇനി മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ ആണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭരണഘടനയിലുണ്ട് അല്ലേ. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്യങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പോൾ നിയമവാഴ്ച എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് നിയമവാഴ്ച. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യുവാനുള്ള അവകാശം. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ.
നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടുത്തെ മെയിനായിട്ട്? പാർലമെന്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇനി രണ്ടെണ്ണം കൂടി പറയുന്നുണ്ട്. ഫെഡറലിസം, ഏകപൗരത്വം. എന്തൊക്കെയാണ് പറയുന്നത്? ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്നു. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഏകപൗരത്വം എന്ന് പറയുന്നത്? ഏകപൗരത്വം എന്ന് പറയുന്നത് രാജ്യത്തെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമില്ല എന്ന് പറയുന്നതാണ് ഏകപൗരത്വം. ഫെഡറലിസം, ഏകപൗരത്വം ഒക്കെ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. ഇനി നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കുവാനും നടപ്പിലാക്കുവാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ച് നൽകുന്നതിനർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമാനന്ദ സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. അപ്പോൾ കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ നിയമങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. വനം വന്യജീവി സംരക്ഷണ നിയമം, വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, ബാലനീതി നിയമം, വിവരാവകാശ നിയമം, തൊഴിൽ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, അഴിമതി നിരോധന നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. കുറേ നിയമങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഭരണഘടനയിൽ. ഏതൊക്കെ നിയമങ്ങളെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമായ പോക്സോ ആക്ടിനെ കുറിച്ചിട്ടാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം എന്ന് പറയുന്നത് 2012 നിലവിൽ വന്നത്. എന്നാണ് പോക്സോ ആക്ട് ആണ് അല്ലേ. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളിക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ദി ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുക. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് പോക്സോ ആക്ടിൽ കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥ ഉളവാക്കുന്നതും സുരക്ഷിതമില്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്തുവാനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകളുണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവൈനൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ഒരുക്കിയിട്ടുള്ളത്? നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആണ് ഈ പോക്സോ നിയമത്തിൻ്റെ ഏത് വകുപ്പ്? 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുള്ളത്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? അതെന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണെന്ന് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു അല്ലേ. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായി സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും
ജനാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് എന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു, പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വരുന്നത്. എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതായത് നമ്മളുടെ എന്താണ് കുറച്ച് ഭേദഗതികൾ വന്നിട്ടില്ലേ, അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയുന്നത്. എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ ഭരണഘടന എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? പല പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നാൽ ആമുഖ ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരു പ്രാവശ്യമാണ് എന്ന് നമ്മൾ ഇപ്പോൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പ്രധാനപ്പെട്ട ഭേദഗതികളാണ് ഉള്ളതെന്ന്. 1951 ഒന്നാമത്തെ ഭേദഗതി 1951 വരുന്നത്. പട്ടികകളുടെ എണ്ണം എത്രയായി മാറി? 9 മാറി അല്ലേ. പട്ടികകളുടെ എണ്ണം 9 മാറിയത് ഏത് ഭേദഗതിയാണ്? 1951 ഒന്നാമത്തെ ഭേദഗതിയാണ് പട്ടികകളുടെ എണ്ണം 9 മാറിയത്. നെക്സ്റ്റ് വരുന്നത് എന്നാണ്? 1976 42-ാം ഭേദഗതി. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 1976 42-ാം ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ്? 1976 42-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും ഇല്ലാതായില്ലേ. പാർട്ട് 12 300A അത് എന്താക്കി മാറ്റി? നിയമാവകാശമാക്കി മാറ്റി. അപ്പോൾ 1978 44-ാം ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും ഇല്ലാതായി. ഇനി 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം ഏത് ഭേദഗതിയാണ്? 73 74-ാം ഭേദഗതിയാണ് അല്ലേ. 1992 73 74-ാം ഭേദഗതി പഞ്ചായത്തി രാജും നഗരപാലിക നിയമം. 2002 വിദ്യാഭ്യാസ മൗലികാവകാശമായത് ഏതാണ്? 2002 86-ാം ഭേദഗതിയാണ് അല്ലേ. 2016 101-ാം ഭേദഗതിയാണ് ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST നടപ്പിലാക്കിയത്. 2016 101-ാം ഭേദഗതിയാണ്. ഇനി എല്ലാ അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ടും ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഭേദഗതി ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1951 ഒന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് പട്ടികകളുടെ എണ്ണം 9 മാറി. 1976 42-ാം ഭേദഗതി മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. 1978 44-ാം ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശം ഇല്ലാതായി. 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം 73 74 ഭേദഗതി. 2002 വിദ്യാഭ്യാസ മൗലികാവകാശമായി എന്നാണ്. 2002 86-ാം ഭേദഗതി. 2014 101-ാം ഭേദഗതി. പിന്നെ ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഏതാണ്? ഇപ്പോൾ വന്നിട്ടുള്ള ഭേദഗതി ഉണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഏതായിരുന്നു? നാരി വന്ദന അതിശക്തിയം ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഏത് ഭേദഗതിയാണത്? ഇനി നമുക്ക് പറയുന്നത് കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ നമുക്ക് പല ഭേദഗതികളും വന്നിട്ടുണ്ട്. 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അപ്പോൾ 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഭേദഗതിയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ എന്താണ് അടിസ്ഥാനമായിട്ടുള്ള ഭേദഗതി വെച്ച് ബാക്കിയൊക്കെ നമുക്ക് ഭേദഗതി ചെയ്യാനായിട്ട് പറ്റും. അതാണ് 368-ാം വകുപ്പ് പ്രകാരം. ഇനി നമുക്ക് കുറച്ച് ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതി ഒന്നും കൂടി എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ് കേട്ടോ. കേശവാനന്ദ ഭാരതി കേസാണ് 1973 കേശവാനന്ദ ഭാരതി കേസാണ്. ഇനി വിദ്യാഭ്യാസ മൗലികാവകാശമാക്കിപ്പെട്ടത് 2002 86-ാം ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21 വകുപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4-നാണ് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നതെന്നാണ് 2009 ഓഗസ്റ്റ് 4-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? 2002 86-ാം ഭേദഗതി വഴിയാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയത്. 2009 ഓഗസ്റ്റ് 4-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഇനി ചെറു ഭരണഘടന പറയുന്നത് ഏതാണ്? 1976 42-ാം ഭേദഗതിയാണ് അല്ലേ.
മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതി എന്നറിയപ്പെടുന്നു ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. അപ്പോൾ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 1976 42 ഭേദഗതിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.